guys, this is Navanu and you are watching Walk with Navanu. അപ്പോൾ ഇന്ന് ജേണൽ ബുക്കിനകത്ത് പുതിയ ജേണൽ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ബുക്കിൻ്റെ പേജ് മാത്രമേ ഉള്ളൂ, സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലാന്ന്. പിന്നെ ഞാൻ നമ്പർ സ്റ്റിക്കേഴ്സും മറ്റേ നെയിം പ്ലേറ്റ് എഴുതി സ്റ്റിക്കേഴ്സായിരുന്നു എടുക്കാനായിട്ട് പോയിരുന്നത്. പിന്നെ അതിനായിട്ട് നന്ദുചേട്ടായുടെ പണ്ടത്തെ ബുക്ക് എടുത്തിട്ട് നോക്കി. അപ്പോൾ അതിനകത്ത് ഒരു പേജ് നിറച്ച് അവൻ്റെ കലാവിരുതുകളായിരുന്നു. സിഗ്നേച്ചറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, മനുഷ്യന് വായിക്കാൻ കഴിയാത്ത ഭാഷയായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത പേജ് എന്താണെന്നറിയില്ല, അവൻ വെറുതെ വിട്ടു. പിന്നെ ഞാൻ അതിനകത്ത് എനിക്ക് ആവശ്യമുള്ള രീതിയിലൊന്ന് ചുറ്റി കാണിച്ചു നിങ്ങളെ. എന്നിട്ട് അതിനകത്ത് എനിക്ക് ഒരു പേജ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ തെർമോക്കോൾ കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ അത് കട്ട് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കോമ്പസ് വെച്ചിട്ട് നമുക്ക് സർക്കിൾ വരച്ചെടുക്കാം. പിന്നെ കുഞ്ഞ് സർക്കിളിന് വേണ്ടിയിട്ട് ഏകദേശം 1/2 സെൻറ്റിമീറ്റർ റേഡിയസും വലിയ സർക്കിളിന് വേണ്ടി 2 സെൻറ്റിമീറ്റർ റേഡിയസുമാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ സർക്കിൾസൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ സർക്കിൾസ് ഒരു സെക്ഷനായിട്ടും കുഞ്ഞു സർക്കിൾസ് ഒരു സെക്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പിന്നെ ഞാൻ വലിയ സർക്കിൾസിനെയൊക്കെ ഒരു കട്ടിങ്ങിൽ ഒരു സർക്കിൾ എന്ന രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തു. കുഞ്ഞു സർക്കിളും പിന്നെ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ കോമ്പസ് എടുക്കുമ്പോൾ വലിയ പെൻസിൽ വെച്ച് വരക്കരുത്, കുഞ്ഞു പെൻസിൽ വെച്ച് വരയ്ക്കുക. വലിയ പെൻസിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ കൈ തട്ടിയിട്ട് മൊത്തം കുളമായിപ്പോവും. പിന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്ത സർക്കിളിൽ മാത്രം വെച്ച് ചെയ്യുക. പിന്നെ അങ്ങനെ കുനുകുന സർക്കിൾസ് ഉണ്ടാക്കുക, കുനുകുന വലിയ സർക്കിൾസ് ഉണ്ടാക്കുക. സർക്കിൾസ് ഉണ്ടാക്കിയിട്ട് കൈ വേനെടുക്കുകയാണെങ്കിൽ 2 മിനിറ്റ് ചായ കുടിച്ചിട്ട് വന്നേച്ചാലും മതി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് വലിയ സർക്കിൾസ് ഉണ്ടാക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും ഞാൻ കുഞ്ഞു സർക്കിൾസ് തന്നെ ഉണ്ടാക്കിയിരുന്നു, കാരണം കുഞ്ഞു സർക്കിൾസ് ഏകദേശം 11 എണ്ണം ഉണ്ടായിരുന്നു. വലിയ സർക്കിൾസ് ഞാൻ കൃത്യമായിട്ട് എണ്ണി നോക്കി, അതുകൊണ്ട് തന്നെ 7 സർക്കിൾസ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, 1 2 3 4 5 6 7. അപ്പോൾ പിന്നെ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് റൈറ്റിംഗ് പ്രോസസ്സാണ്. റൈറ്റിങ്ങിനകത്ത് ഞാൻ നല്ല സൂപ്പറായിട്ട് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര സൂപ്പർ അല്ലാത്തതുകൊണ്ട് അത് കൊള്ളാതായിപ്പോയി. പിന്നെ തോട്ട്സൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ കുഞ്ഞിതിൽ 1 2 3 തൊട്ട് 11 വരെ എഴുതി, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി 11 ഉണ്ടായിരുന്നു എന്ന്. പിന്നെ വലിയതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. നിങ്ങൾക്ക് ChatGPT-യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് കിട്ടും. ഗൂഗിളിനകത്ത് അടിച്ചു കൊടുത്താലും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ അതൊക്കെ അടിച്ചു കൊടുത്തിട്ട് എഴുതുക. പിന്നെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ചെയ്തത് നമുക്ക് എഴുതി കാണിക്കണ്ടേ, അപ്പം ഞാൻ ഇതാണ് ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.